ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ ആണ്. അതായത് സവിശേഷതകൾ, വെള്ളത്തിൻ്റെ സവിശേഷതകൾ. ആദ്യത്തെ സവിശേഷതയാണ് വാട്ടർ ഹാസ് നോ സ്മെൽ, ടേസ്റ്റ് ആൻഡ് കളർ. വെള്ളത്തിന് മണമില്ല, രുചിയില്ല, അതുപോലെ തന്നെ നിറമില്ല. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ. വെള്ളത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ, മൂവ് ചെയ്യാൻ, ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്തതാണ് വാട്ടർ ഈസ് തെർമൽ കണ്ടക്ടറാണ്. അതായത് താപം വഹിക്കാനുള്ള കഴിവുണ്ട്. അതായത് പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാറുകളിലൊക്കെ കൂളൻ്റായിട്ട് ഒക്കെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വാട്ടർ ഈസ് തെർമൽ കണ്ടക്ടർ. വെള്ളത്തിന് താപവാഹക ശേഷിയുണ്ട്. അതുപോലെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാട്ടർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് വെള്ളത്തിന് ആകൃതിയില്ല. അതായത് വെള്ളം ഏത് പാത്രത്തിലാണോ, ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത്, ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് അത് സ്വീകരിക്കുക, ആകൃതിയാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ വാട്ടറിന് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പില്ല. അതുപോലെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്. 3 അവസ്ഥകളിലായിട്ടാണ് വെള്ളം കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? സോളിഡ്, ഐസ് രൂപത്തിൽ; ലിക്വിഡ്, അതായത് വെള്ളത്തിൻ്റെ രൂപത്തിൽ; അതുപോലെ ഗ്യാസ്, അതായത് നീരാവിയുടെ രൂപത്തിൽ. ഇതിലൊക്കെ വെള്ളം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാട്ടർ ഈസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ജലം സാർവിക ലായകമാണ്. അപ്പോൾ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഒന്നും കൂടി പറയാം. വാട്ടർ ഹാസ് നോ സ്മെൽ, ടേസ്റ്റ് ആൻഡ് കളർ, ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ, തെർമൽ കണ്ടക്ടർ, no definite shape, exist in 3 state: solid, liquid and gaseous state. Then last one, water is universal solvent.